നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ചിങ്ങക്കൂറിലെ രണ്ടാമത്തെ നക്ഷത്രമായ പൂരം നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുഫലമാണ്. ശുക്രൻ അധിപനായി വരുന്ന സുഖസൗകര്യങ്ങൾക്കും സന്തോഷത്തിനും മുൻഗണന നൽകുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം മുതൽ എന്തൊക്കെ സർപ്രൈസുകളാണ് ജീവിതത്തിൽ കാത്തിരിക്കുന്നത്? ഭാഗ്യദേവത നിങ്ങളെ എത്രത്തോളം തുണയ്ക്കും? നമുക്ക് വിശദമായി നോക്കാം. പൂരം നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും. ആഡംബരത്തോടും കലകളോടും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. ഈ വർഷം നിങ്ങളുടെ ഈ സർഗാത്മകമായ കഴിവുകൾക്ക് വലിയ അംഗീകാരം ലഭിക്കാൻ പോകുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചിരുന്ന മാനസികമായ ഭാരങ്ങൾ കുറയുകയും കുറച്ചുകൂടി സമാധാനപരമായി മുന്നോട്ടു പോകാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ അനുകൂല മാറ്റങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. സിനിമ, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ എന്നീ മേഖലയിലുള്ളവർക്ക് ഈ വർഷം ഗോൾഡൻ പീരീഡ് ആയിരിക്കും. വലിയ പ്രശസ്തിയും വരുമാനവും നിങ്ങളെ തേടിയെത്തും. വസ്ത്രവ്യാപാരം, ആഭരണം, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. വരുമാനത്തിൽ വർധന ഉണ്ടാകുമെങ്കിലും കയ്യിൽ പണം നിൽക്കാൻ അല്പം പ്രയാസമായിരിക്കും. പുതിയ വീട് വാങ്ങാനോ വാഹനം മാറാനോ ഉള്ള സാധ്യതകൾ തെളിയുന്നു. ശുക്രന്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ പ്രണയബന്ധങ്ങളിൽ വലിയ സന്തോഷം ഈ വർഷമുണ്ടാകും. അവിവാഹിതരായ പൂരം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും. എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന് യാത്രകൾ പോകാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഈ വർഷം അവസരമുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷം വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. എങ്കിലും അമിതമായ ആഹാരശീലം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ചർമ്മ സംബന്ധമായോ അല്ലെങ്കിൽ ഉദര സംബന്ധമായോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമം ശീലിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടുക എന്നതാണ് ഏറ്റവും പ്രധാനം. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് വെള്ളത്താമര സമർപ്പിക്കുന്നത് അതീവ വിശേഷമാണ്. ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ പായസ നിവേദ്യമോ നടത്താം. വെള്ളിയാഴ്ചകളിൽ മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ശുക്രപ്രീതിക്കുള്ള കർമ്മങ്ങൾ. ശുക്രൻ ബലഹീനമായിരിക്കുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ ആഡംബരങ്ങൾ കുറയുകയും കലഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. പൂരം നക്ഷത്രക്കാർക്ക് വെളുത്ത വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് എനർജി നൽകും. ദിവസവും രാവിലെ കുളിച്ച ശേഷം ഓം ശുക്രായ നമഃ എന്ന് 108 തവണ ജപിക്കുന്നത് ശുക്രദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. പൂരം നക്ഷത്രത്തിന്റെ ദേവത ആദിത്യന്മാരിൽ ഒരാളായ ഭഗനാണ്. ഭാഗ്യം നൽകുന്ന ദേവനായാണ് ഭഗൻ അറിയപ്പെടുന്നത്. പുലർച്ചെ എഴുന്നേറ്റ് സൂര്യഭഗവാനെ നോക്കി തൊഴുന്നതും ആദിത്യ ഹൃദയം ജപിക്കുന്നതും മന്ദത മാറി ഉന്മേഷം ലഭിക്കാൻ സഹായിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുക. പൂരം നക്ഷത്രക്കാർ ചെയ്യുന്ന ദാനങ്ങൾ അവർക്ക് ഇരട്ടി ഫലം നൽകും. അതുപോലെ നിർധനരായ സുമംഗളികൾക്കോ പെൺകുട്ടികൾക്കോ വസ്ത്രമോ മംഗല്യ വസ്തുക്കളോ മഞ്ഞൾ, കുങ്കുമം, വളകൾ നൽകുന്നത് കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മാറാൻ സഹായിക്കും. വെള്ള നിറത്തിലുള്ള സാധനങ്ങൾ, അരി, പാൽ, പഞ്ചസാര എന്നിവ ദാനമായി നൽകുന്നത് ശുക്രപ്രീതിക്ക് നല്ലതാണ്. ഗണപതി ഭജനം. എല്ലാ തടസ്സങ്ങളും നീക്കാൻ ആദ്യമായി ആരാധിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ്. മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം, പൂരം നക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമമോ കറുത ഹോമമോ നടത്തുന്നത് വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും. അപ്പോൾ ചിങ്ങക്കൂറിലെ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു സംക്രമം പുതിയൊരു ജീവിത ശൈലിയുടെയും സന്തോഷത്തിന്റെയും തുടക്കമാണ്. ശുക്രന്റെ അനുഗ്രഹവും ഭഗൻ ദേവന്റെ കാരുണ്യവും ഉള്ളതുകൊണ്ട് തന്നെ കലകളെയും ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നൊരു വർഷമായിരിക്കും ഇത്. നമ്മൾ പറഞ്ഞതുപോലെ മഹാലക്ഷ്മി ഭജനവും ലളിതമായ ദാനധർമ്മങ്ങളും വഴി നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ പൂരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ചിങ്ങക്കൂറിലെയും കന്നിക്കൂറിലെയും നക്ഷത്രമായ ആര്യമാവ് ദേവതയായി വരുന്ന ഉത്രം നക്ഷത്രത്തിന്റെ 2026 വിഷുഫലങ്ങളുമായി വീണ്ടും കാണാം. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.